ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു. ഞാൻ പ്രതികരിച്ചില്ല. പിന്നെ അവർ ജൂതന്മാരെ തേടി വന്നു. അപ്പോഴും ഞാൻ മിണ്ടിയില്ല. ഒടുവിൽ അവർ എന്നെ തേടി വന്നു. അന്ന് എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ബാക്കിയുണ്ടായിരുന്നില്ല. NRC ബില്ലുകാലത്തും വഖഫ് ബില്ലുകാലത്തും ഇതെല്ലാം അവർക്കല്ലേ എന്ന് കരുതുന്ന കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്രസിന്റെ വാൾ പോലെ FCRA ബിൽ തൂങ്ങിയാടുന്ന ഈ നിമിഷത്തിൽ ഈ വരികളായിരിക്കുമോ ഓർമ്മിക്കപ്പെടുക? കേരളത്തിലെ അരമനകൾ തോറും കയറിയിറങ്ങി BJP നേതാക്കൾ നടത്തിയ ആ സ്നേഹയാത്രകൾ വെറും തിരക്കഥയായിരുന്നു. ഈസ്റ്റർ വിരുന്നിനും ക്രിസ്മസ് കരോളിനും പിന്നിൽ ഒളിപ്പിച്ചു വെച്ച ചതിക്കുഴിയായിരുന്നു ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന ഈ FCRA കരിനിയമം. വിദേശ ഫണ്ട് നിയന്ത്രിക്കാനെന്ന പേരിൽ കൊണ്ടുവരുന്ന പുതിയ ഭേദഗതി ലക്ഷ്യം വെക്കുന്നത് വെറും പണമല്ല, സഭകളുടെ മണ്ണും വിണ്ണും കൂടിയാണ്. പതിറ്റാണ്ടുകളായി വിശ്വാസികളുടെ വിയർപ്പൊഴുക്കി പടുത്തുയർത്തിയ പള്ളിക്കൂടങ്ങളും ആശുപത്രികളും അനാഥാലയങ്ങളും ഇനി നിശ്ചിത അതോറിറ്റി എന്ന പേരിൽ കേന്ദ്രത്തിന് കണ്ടുകെട്ടാം. ലൈസൻസ് പുതുക്കുന്നതിലെ ഒരു ചെറിയ സാങ്കേതിക പിഴവ് മതി സഭയുടെ സ്വത്തുകൾ സർക്കാരിലേക്ക് മാറ്റാൻ. ഭേദഗതി പിൻവലിച്ചില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ എല്ലാ സഭകളെയും ഒരുമിച്ച് ചേർത്ത് തുറന്ന സമരത്തിലേക്ക് നീങ്ങുമെന്ന് വ്യക്തമാക്കുന്ന ഓർത്തഡോക്സ് സഭ കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ സമീപനങ്ങളിൽ മാറ്റം വരുത്തുന്നതിന്റെ ഭാഗമാണോ എന്ന സംശയമുയർത്തുന്നു. ആ ചോദ്യം ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ചോദിക്കുന്നത് ഇത്തവണ ക്രൈസ്തവ വോട്ടുകൾ ഒഴുകിയെത്തുമെന്ന് BJP പ്രതീക്ഷയർപ്പിക്കുന്ന കോട്ടയത്ത് നിന്നാണ്. മധ്യ കേരളത്തിൽ നിന്ന് ആ ചോദ്യം അലയൊലികളായി ഉയരുന്നുമുണ്ട്. BJPയുടെ കേരളത്തിലെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഈ ഒരൊറ്റ ബില്ലോടെ അവസാനിക്കുമോ?